എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുന്നു. ഈ വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് നമുക്ക് ഓണത്തോട് അത്ര വലിയ താല്പര്യത്തിൽ ഓണം ആഘോഷിക്കാൻ തോന്നില്ല. കാരണം ഒരുപാട് പേരുടെ ജീവനാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. എങ്കിൽ പോലും ചെറിയ തോതിലാണെങ്കിലും എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓണം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും എല്ലാം കൂടിയുള്ള ഒരു ഓണമാണ്. അതുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും കുടുംബത്തോടൊപ്പവും ബന്ധുക്കളോടൊപ്പം ഓണാഘോഷിക്കാൻ ശ്രമിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെ നമ്മളോടൊപ്പം കൂട്ടുക. കാരണം ജന്മം തന്ന് നമ്മുടെ ഊട്ടി വളർത്തി നമ്മൾ കഴിഞ്ഞ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമ്മളെ ചെറുതിൽ നമ്മുടെ കുട്ടിക്കാലത്ത് എത്രയോ സ്നേഹവാത്സല്യത്തോടു കൂടിയാണ് ഓരോ ഓണവും നമുക്ക് വേണ്ടി അവരെ ആഘോഷിച്ചിരുന്നു, നമ്മളെ അവരെ ആഘോഷിപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ ഓണം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെയാണ് ഓണം ആഘോഷിപ്പിച്ചത് അതുപോലെ തന്നെ തിരിച്ച് അവർക്കും ഒരു ഓണാഘോഷം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരെ ചേർത്ത് നിർത്തുക, ഒരിക്കലും അവരെ അകറ്റി നിർത്താതിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും വേണമെങ്കിൽ നമുക്ക് ജന്മം തന്നവരെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും പറയും ജോലി തിരക്കാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞൊഴിയാറുണ്ട്. പക്ഷേ അതൊക്കെ എന്താണ്, മനമുണ്ടെങ്കിൽ വഴിയുണ്ട്, മാർഗമുണ്ട്. അതാണ് ഏതൊരു കാര്യത്തിനും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് അതിനുള്ള വഴി തെളിഞ്ഞു വരും. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു കാര്യം വേണ്ടാതെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അഭിവൃദ്ധികളും ഒരുപാട് സന്തോഷങ്ങളുമാണ് നമുക്കതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന വഴി മറക്കാതെ നമ്മളെ നയിച്ചതാരോ, നമുക്ക് ജന്മം തന്നതാരോ, നമുക്ക് ജീവിതം തന്നതാരോ, ഇത് നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ചെയ്യാൻ കഴിയാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യുക. ഒരിക്കലും നമുക്ക് വന്ന വഴി മറക്കാതിരിക്കുക, നമുക്ക് ജന്മം തന്നവരെ തള്ളി പറയാതിരിക്കുക, അവരെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമ്മൾ എവിടെ ഏത് ലോകത്ത് പോയി എത്ര സുഖ സൗകര്യത്തോടു കൂടി ഓണം ആഘോഷിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പേരൻസിനെ, നമുക്ക് ജന്മം തന്നവരെ കൂടെ ചേർത്ത് നിർത്തുക, അവരെ മറക്കാതിരിക്കുക. ഈ ഓണത്തിന് അവരോടൊപ്പം ഓണാഘോഷിക്കുക. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഓണാശംസ അറിയിക്കുന്നു. സ്നേഹപൂർവ്വം ബൈ ബൈ.